ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. പ്ലസ് ടു തലത്തിൽ നിങ്ങൾ ഏറ്റവും എളുപ്പമായി തോന്നിയ ഒരു ടോപ്പിക്കാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. സോ ബിഫോർ കമ്മിങ് ടു ദ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ, നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. എല്ലാ JEE എക്സാംസിനും ഒന്നിലധികം ചോദ്യങ്ങൾ, ഒരു ചോദ്യം എന്തായാലും ഉറപ്പിക്കാം, ഒന്നിലധികം ചോദ്യങ്ങൾ വരാം. ഒരു ചോദ്യം ഇപ്രാവശ്യം ചോദിച്ചിരുന്നു, ഇപ്രാവശ്യം നടന്ന എല്ലാ എക്സാംസിനും ചോദിച്ചിരുന്നു. ജനുവരി മാസം നടന്ന ഒരു എക്സാമിന് ആദ്യത്തെ ചോദ്യം തന്നെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലായി. അതും ഒരു കോംപ്ലക്സ് മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ A⁵5 ഒരു 2/2 മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഒരു A⁵5 കാണാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടൊരു ചോദ്യമായിരുന്നു അതിൽ ചോദിച്ചിരുന്നത്. So when you talk about matrix and determinants, first question someone will be asking you is what is a matrix? എന്താ അതിനുള്ള ഉത്തരം? നമുക്കൊരു സ്റ്റീരിയോടൈപ്ഡ് ഉത്തരമുണ്ടല്ലേ. എന്താ ഉത്തരം? ഉത്തരം മറ്റൊന്നുമല്ല, മെട്രിക്സ് ഇസ് ജസ്റ്റ് എ rectangular arrangement of numbers or functions or expressions. ചിലവർ പറയും അത് നമ്പേഴ്സ് റിയൽ ആൻഡ് ഇമാജിനറി എന്നൊക്കെ. അപ്പോൾ ആരോ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ വരാൻ പറ്റുമോ? എന്താ കുഴപ്പം? ഡിറ്റർമിനൻസിൻ്റെ അകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ കാണാറില്ലേ, സൈൻ, കോസ് എന്നൊക്കെ. സോ ഇറ്റ് ക്യാൻ ബി നമ്പേഴ്സ്, റിയൽ ഓർ ഇമാജിനറി ഓർ കോംപ്ലക്സ് നമ്പേഴ്സ് ഓർ ആസ് വെൽ ആസ് എന്തും ആവാം, ഫംഗ്ഷൻസും ആവാം. സോ മെട്രിക്സ് ഇസ് ബേസിക്കലി എ rectangular arrangement of numbers. Rectangular arrangement of numbers written in rows and columns. നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. സോ വാട്ട് ഈസ് ബേസിക്കലി എ യൂസ് ഓഫ് മെട്രിക്സ് ഓർ ഡിറ്റർമിനൻസ്? വൈ ഡു വി ലേൺ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്? അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചിലവർ പറയും മെട്രിക്സ് ഇസ് നത്തിങ് ബട്ട് എ സ്ലേവ് യൂസ് ടു സോൾവ് ലീനിയർ ഇക്വേഷൻസ്. അത് തന്നെയാണ് മെട്രിക്സിൻ്റെ ജോലി. സോ പ്രിമിറ്റീവ്ലി ആദ്യ കാലങ്ങളിലൊക്കെ മെട്രിക്സിനെ പറ്റി പറയുമ്പോൾ അത് മാത്രമായിരുന്നു മെട്രിക്സിൻ്റെ. സോ മെട്രിക്സ് വാസ് യൂസ്ഡ് ജസ്റ്റ് ടു സോൾവ് ലീനിയർ ഇക്വേഷൻ. അതായിരുന്നു ഒരു കാലത്തെ കാഴ്ചപ്പാട്. പക്ഷെ ഇപ്പോൾ കാഴ്ചപ്പാടൊക്കെ മാറി. മെട്രിക്സ് ഇസ് യൂസ്ഡ് ഇൻ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാറ്റ്ഫോംസ്. നമ്മളറിയാതെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് മെട്രിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒന്നുമില്ല, നമ്മുടെ ഗൂഗിൾ പേജ് റാങ്ക് അൽഗോരിതം, അത് മെട്രിക്സിൻ്റെ മുകളിലാണ്. അതായത് റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അൽഗോരിതംസ് മൊത്തം പോകുന്നത് ഈ മെട്രിക്സ് മാനിപ്പുലേഷനിലാണ്, അല്ലെങ്കിൽ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ്. ഇമേജ് പ്രോസസ്സിങ് മറ്റൊരു ഏരിയ. അതായത് ഒരു ക്രൈം നടന്നാൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇമേജ് പ്രോസസ്സിങ് ഏത് തലത്തിലും ആവാം, അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന. ഇപ്പോൾ 1000 പിക്സൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ ഒരു പിക്സലിനെ ഒരു മെട്രിക്സ് ആയിട്ട്, അതിൽ ഓരോ പിക്സലിനെയും മെട്രിക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് there are a lot of things happening like that. അതേപോലെ തന്നെ നമ്മുടെ മൂവി കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഈ ക്ലാസ്സിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ ഗെയിംസ് കളിക്കുന്നവർ? സോ I don't think there will be anyone in this class who is fond of games for the time being, at least for these 2 years, right? At least റിപ്പീറ്റർ ചെയ്യുന്ന സമയത്തെങ്കിലും ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ. എന്നാലും അതിലും ഒരുപാട് മെട്രിക്സ് മാനിപ്പുലേഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ബേസിക്കലി ഓൺ മെട്രിക്സ്. So let us see what the matrix is. Basically matrix is nothing but rectangular arrangement of numbers written in rows and columns. Rows and columns, we can say A11, A11, A12, A13, B11, B12, B13, C11, C12, C13. ഇങ്ങനെ നമ്മൾ സാധാരണ എഴുതാറുണ്ട്, denoted by capital letters A, B, C, etc. അല്ലേ? It has rows and columns. This is a 3/3, so we call it as a 3/3, which is known as the order of the matrix. 3/3 order of the matrix, number of rows and number of columns, number of rows and number of columns. So ഇതുമായിട്ട് ബന്ധപ്പെട്ട് how we add to matrix, ഇതൊന്നും അത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അതൊക്കെ നിങ്ങൾക്കറിയാം. how do we add, what are the properties of addition and multiplication and other things. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത്. സോ ബിഫോർ കമ്മിങ് ടു ദാറ്റ്, ഓക്കെ, ഐ വിൽ ജസ്റ്റ് ടേക്ക് ഗോ ത്രൂ ദ ബേസിക് തിങ്സ് one by one. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. നോട്ട് വെച്ചിട്ട് പറയാം.
നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട് വെച്ചിട്ട് പറയാം. സോ എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, സോ forget about the system of linear equation, that we'll come to later. So suppose how do we write a matrix? We write a matrix in a different form. That is, we often okay, we represent a matrix A. This is written in the form what? A, I, J, where I is the, I represent the row and J represent the column. Right, that's how we read it. So that is what is given here. Aij is m cross n. Aij is an m cross n matrix, and there is another matrix B, that is Bij, that is m cross n. Same order. Order of the matrix is same. So how do we add? We add their corresponding elements. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന 1, 2, 5, 7 ഇത് മറ്റൊരു മെട്രിക്സിനോട് ഇതൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ജസ്റ്റ് പറയുന്നത് മാത്രം. 7, 3, 9, 4 എങ്ങനെ, how do we add these two matrices? We add their corresponding elements. 7 plus 1, 8 and 5 and so on. This is 5, 5 I mean, so 14, 7 plus 4, 11 and so on. So that's how we add and deal with. Similarly, how do we multiply two matrices? Multiplication is possible only if what? 1, 2, 3, 4. It's a 2 by 2 matrix. Is it possible that I can have a multiplication with like this? 1, 3, 5, 1, 2 and 3, 7. Is it possible that this is A, matrix A, this is matrix B? Is it possible that this multiplication, is it possible to multiply these two matrices? It is possible if and the number of columns of the second matrix is equal to number of rows of the first matrix. Number of columns of the second, that is ഈ രണ്ട് നമ്പേഴ്സും കോമൺ ആണെങ്കിൽ മാത്രം. Here it is not so, therefore we cannot multiply these two matrices. We cannot multiply these two matrices. So ഉദാഹരണം എടുക്കുക. A is equal to a matrix like 5, 4, 3, 2, 1, 2, and B is a matrix of the order, then it will come 1, 3, 1, 2, 3, 7. So this is a 2 by 3 matrix and this is a 3 by 2 matrix. ഈ രണ്ട് നമ്പേഴ്സും കോമൺ ആണ്. Therefore the multiplication is possible. And what is the multiplication possible ആണ്? അങ്ങനെ വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഓർഡർ ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സ് ആയിരിക്കും. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് വിൽ ബി 2 by 2. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ വളരെ റീസെൻ്റ്ലി നമ്മൾ പഠിച്ച കാര്യം, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി ഹൗ ഡു വി മൾട്ടിപ്ലൈ ദിസ്? We take this row and multiply with the corresponding column. So 5 plus 4 plus 9, 9 and 9 plus 18 ഇവിടെ വന്നു, അവിടെ 18 വന്നു, 18. അടുത്തത് 2, 3, 6, 8, 8 plus 14, 22, 2 ones 2, 2 2, 3, 3 6, 9, 3 2 6, 7 8, 7 4 2 3 6 7 8 14 22 നോക്കാം ഒന്നുകൂടി. 2 3 6 6 has come. നമ്മളിവിടെ നേരത്തെ തെറ്റിയെന്ന് തോന്നുന്നു അല്ലേ. 5 3 is 15, അവിടെ 15 ഉണ്ട്. 5 4 5 2 8 22 22 7 22 21 22 and 21. So it will be 43 and ഇവിടെ വരുന്നത് 22. So multiplying the corresponding elements. Now അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒരു കാര്യം പ്രധാനപ്പെട്ടത്, ഇഫ് എ ആൻഡ് ബി ദ മൾട്ടിപ്ലിക്കേഷൻ ഇസ് പോസിബിൾ, ദെൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെട്രിക്സുകൾ പറയുന്ന പേരാണ് എന്താണ്? കൺഫോമബിൾ മെട്രിക്സസ്. കൺഫോമബിൾ മെട്രിക്സസ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ അതിന് പറയുന്ന പേരാണ് കൺഫോമബിൾ മെട്രിക്സസ്. വിൽ കം ടു ദാറ്റ് ലേറ്റർ അഗെയിൻ. Now transpose of a matrix. എന്താണ് ട്രാൻസ്പോസ്? We all know transpose of a matrix is a matrix obtained by -2 5 -3. Transpose of a matrix is the matrix obtained by interchanging rows and column. അപ്പോൾ row എന്താവും? column ആവും, column എന്താവും? row ആവും. So here it was a 3 by 2 matrix. Transpose ആവുമ്പോൾ എന്താവും? അത് it will be a 2 by 3 matrix. Right. ഇനി types of matrix, we have ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വരുന്ന മെട്രിക്സ് ആണ് എന്താണ്? സിമെട്രിക് മെട്രിക്സ്. What do you mean by symmetric matrix? Symmetric matrix. A square matrix is said to be symmetric if the A transpose is equal to A. And skew symmetric.
skew symmetric A transpose is equal to minus A. അത് പറയുന്നത് symmetric and skew symmetric. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, can a matrix be symmetric as well as symmetric, skew symmetric? ഒരു മെട്രിക് സിമെട്രിക് as well as and skew symmetric പറ്റുമോ? സാധിക്കുമോ? Matrix is symmetric as well as skew symmetric possible? Let us see. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഇത് കഴിയട്ടെ. Symmetric. So symmetric, that means what? A is equal to A transpose, right? Or A transpose is equal to എങ്ങനെ വേണം? A transpose is equal to A. Skew symmetric, A transpose is equal to minus A. ഇത് രണ്ടുമാണ്. A transpose Aയുമാണ്, A transpose minus Aയുമാണ്. If I add these two, what happens? We will get 2 times A transpose is equal to what? 0. Or A transpose is a 0 matrix, or 0 0 0 എത്ര ഓർഡർ അനുസരിച്ചിട്ട് ആ ഫോർമാറ്റിൽ ഇറ്റ്സ് എ 0 മെട്രിക്സ്. ഒരു ഐ മീൻ 2/2 എടുത്താൽ 0 0 2 rows, ഐ മീൻ 2/2 ആണ് ഈ രൂപത്തിൽ, അല്ലെങ്കിൽ 3/3 ആണ്. സോ അൾട്ടിമേറ്റ്ലി ഇഫ് എ മെട്രിക്സ് ഇസ് സിമെട്രിക് ആസ് വെൽ ആസ് സ്ക്യൂ സിമെട്രിക്, then what is it? It is nothing but it is a null matrix. It is a null matrix. ഓർത്ത് വെച്ചാൽ മതി, ആവശ്യം വരും. ഇനി സിമെട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ച വരാം ഓരോന്നിലേക്ക്. ഇമീഡിയറ്റ്ലി ആയിട്ട് ഓർക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയാം. A plus, if A is a symmetric matrix, if A is symmetric, if A is symmetric, what is, I mean A transpose whole transpose അറിയാലോ, that is same as A. If A and B are symmetric, A and B are symmetric, what is A plus B whole transpose? A plus B whole transpose is equal to A transpose plus B transpose. Similarly, what is A B transpose? ഇതാണ് ഓർക്കുന്നത് റിവേഴ്സൽ ലോ, B transpose into A transpose അല്ലേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് അവർ ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ സിമെട്രിക് മെട്രിക്സ്, അത് ഓർത്ത് വെക്കണം. ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ സിമെട്രിക് മെട്രിക്സ്? എളുപ്പമാണ്. എന്താണ് ഡയഗണൽ എലിമെൻറ്റ്സ്, എന്താണ് എന്ത് എഴുതാം? 2 4 5, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3, 5 ഇവിടെ -7 ആണെങ്കിൽ ഇവിടെ -7, ഇവിടെ -4 ആണെങ്കിൽ ഇവിടെ -4. So you get a symmetric matrix. How about skew symmetric matrix? Skew symmetric, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. How to form a skew symmetric matrix? How can you form a skew symmetric matrix? എളുപ്പമാണ്, ഓർക്കുക. Put the diagonal elements as 0. Right, skew symmetric. This is a vital point, വളരെ പ്രധാനപ്പെട്ട ഒരു point. Then suppose here it is 2, put here, that is A, ഇതിൻ്റെ പൊസിഷൻ എന്താ? A12, ഇത് A12, അപ്പോൾ ഇവിടെ A21. ഇത് 2 ആണെങ്കിൽ നേരെ സൈൻ ചെയ്യുക -2, -5 ആണെങ്കിൽ this is 5, this is 7 ആണെങ്കിൽ ഇത് -7. Okay, so such matrices will be a skew symmetric matrix. ഇനി അതിൻ്റെ ഒപ്പം തന്നെ പറയാവുന്ന ഒരു കാര്യം, അത് ഡിറ്റർമിനൻസിൽ പറയാം. Okay, now let us go through this. What do you mean by adjoint of a matrix? Now we will talk about adjoint of a matrix. Adjoint എല്ലാവർക്കും അറിയുന്ന കാര്യം. What do you mean by an adjoint of a matrix? Adjoint of a matrix. എന്താണ് adjoint? Adjoint means, what do you mean by adjoint? Let us consider a matrix A, B, C. അല്ലെങ്കിൽ വേണ്ട നമ്പർ ഒന്ന് എടുക്കാം. 1 2 3 4 -1 0 0 2 4. How do you find the adjoint of this? Is a square matrix. Adjoint എന്താ? So adjoint is nothing but the transpose of a cofactor matrix. Cofactor matrix, എന്താണ് cofactor matrix? എന്താണ് cofactor matrix? Cofactor matrix is a matrix obtained by rearranging A11 and that is rearranging each element with its what? Cofactors. Cofactor വെച്ച് rearrange ചെയ്യാം. അതായത് A11ൻ്റെ cofactor will be C11, C12, C13, C21, C22, C23 and so on, C33 വരെ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ തിരിച്ചെഴുതും. ഇനി ഹൗ ക്യാൻ വി ഫൈൻഡ് ദ adjoint of a matrix? ഒരു ഉദാഹരണം എടുക്കാം. Let us consider a matrix. A
അഡ്ജോയിൻ്റ് കാണാൻ പല മെത്തേഡുകളുണ്ട്. ദറ്റ് ഈസ് 1 0 -2 or 2 3 1 4 -2 0 1 1 0 ആക്കണം. 0 ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻ സുഖമായി. ഓക്കെ, ഹൗ ക്യാൻ യു ഫൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് എ? അഡ്ജോയിൻ്റ് ഓഫ് എ എഴുതാൻ കുറേ മെത്തേഡുണ്ട്. ഒരു മെത്തേഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഒന്ന് ചെയ്യാനുള്ളത് ആദ്യം പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇത് എവിടുന്ന പ്ലസ് മൈനസ്? വി ഹാവ് മൈനർ അല്ലേ? A11ൻ്റെ മൈനർ എന്ന് പറയുന്നത് മൈനർ ഓഫ് A11 ഇസ് M11 ഓർ AIJൻ്റെ മൈനർ എന്ന് പറയുന്നത് MIJ. ആൻഡ് വാട്ട് ഇസ് cofactor of an element Aij, it is equal to Cij, that is equal to -1 raised to I plus j into Mij. അത് മൈനറിൻ്റെ കൂടെ അതിൻ്റെ പൊസിഷൻ -1 raised to 1 plus 1. ഇവിടെ ഏതിൻ്റെയാണ്? ഇത് A11ൻ്റെയാണ്. അപ്പം A11ൻ്റെ കോഫാക്ടർ എന്ന് C11, ദാറ്റ് ഇസ് -1 raised to 1 plus 1. അതുകൊണ്ട് ഇത് പ്ലസ്. C12 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 1 plus 2, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 3 നെഗറ്റീവ്. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ആയി പോകും. സോ ദാറ്റ് ഇസ് വാട്ട്. ഇനി എന്താക്കാം? ഓരോ എലിമെൻ്റ് എടുക്കാം. യു ഫൊഗറ്റ് അബൌട്ട് ദിസ് എലിമെൻറ്റ്. അഡ്ജോയിൻ്റ് ഇസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് ദിസ്. ഇത് ഞാൻ ഓപ്ഷനിൽ എഴുതാണ് ട്രാൻസ്പോസ്. ആദ്യം ഇത് എഴുതിയിട്ട് പറയാം. ട്രാൻസ്പോസ് ഓഫ് എൻ, അതായത് ആദ്യം ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ cofactor of this element എന്താ? we remove this row as well as this column. ബാക്കി എന്താണ്? 1 minus 0. so it will be automatically coming the answer this part as 1. ഇനി രണ്ടാമത് 0 എടുക്കാം. അടുത്ത എലിമെൻറ്റ് മൈനസ് റെഡിയാണ്. 0 ഈ റോവും പോവും, ഈ റോവും പോവും, ഈ റോവും പോവും, ഈ കോളം പോവും. സോ 3 1s 3 3 plus 3 minus -8, so 11. so -11 it will come and it goes. ഇനി അടുത്തത് 2ൻ്റെ എടുത്ത് കഴിഞ്ഞാൽ 3 0 -2, so -2 plus 2 it goes. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കോഫാക്ടർ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാം. അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്താണ്? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് എലിമെൻ്റ് എടുക്കാം. ഇതെടുക്കാം. ഇതിൻ്റെ കോഫാക്ടർ. വാട്ട് ഇസ് ദ കോഫാക്ടർ ഓഫ് ദിസ്? ഞാൻ ട്രാൻസ്പോസ് ഒന്നും ചെയ്യുന്നില്ല. ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡയറക്ട്ലി. 1 into 1 minus 0, that is 1. It is written here. Next element ഇതിൻ്റെയാണ്. ഈ കോളം പോയി ഈ റോം പോയി. 3 1s 3 plus 8 11. സോ ആ 11 ഇവിടെ ഇടുന്നതിന് പകരം വി ആർ ടോക്കിംഗ് അബൌട്ട് ദ കോഫാക്ടർ, ദാറ്റ് ഇസ് C12. അതിൻ്റെ പൊസിഷൻ എന്താക്കുക? നേരെ തിരിച്ച് ഇവിടുത്തെ, അതായത് C12 write it in the position of C21, C13 write in the position of C31, C23 write in the position of C32. okay, so automatically it is transposed. അപ്പോൾ 11 ഇവിടെ എഴുതുക. റൈറ്റ്. ഇനി ഇതിൻ്റെ എലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 3 into 0 0 -2, so plus 2, ആ 2 ഇവിടെ എഴുതുക. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് ആയി. സോ വെൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദാറ്റ് ഫോം യു ഗെറ്റ് ഇറ്റ് ഇൻ നോ ടൈം. ഇനി മറ്റൊരു മെത്തേഡ് വേണമെങ്കിൽ പറയാം. ഒരു ഷോർട്ട് കട്ട്. ചിലവർ പറയും ഇത് ഷോർട്ട് കട്ട് അല്ല, ലോങ് കട്ടാണ്. because they find it very difficult. ഇത് കാണാനുള്ള മറ്റൊരു മെത്തേഡ്. തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. 0 1 2 3 1 4 -2 0 1. ഇത് ഒരു പ്രാവശ്യം കൂടി എഴുതാം. 1 0 2 3 1 4 -2 0 1. ഇനി ഒരു വട്ടം കൂടി എഴുതാം. 1 0 2 3 1 4 -2 0 1. ഒരു വട്ടം കൂടി എഴുതാം. 1 0 2 3 1 4 -2 0 1. ചിലർ പറയും ഇത് അയ്യോ ഇത് ഒരുപാട് വലുതായല്ലോ. റിമൂവ് ദ ലാസ്റ്റ് റോ. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1 1 -4 into 0 1 അവിടെ കിട്ടി, അല്ലെങ്കിൽ അവിടെ കിട്ടി. റൈറ്റ്. ഇനി 4 into 2, that is 4 into -2 -8 -3 -11 അവിടെ കിട്ടി. അല്ലെങ്കിൽ അതിനെ മാറ്റി ഇങ്ങോട്ട് എഴുതിയാൽ ഈ പൊസിഷനിലേക്ക് എഴുതിയാൽ മതി. സൈൻ ഇടാതെ തന്നെ ഡയറക്റ്റ് കിട്ടി. ഇനി അടുത്ത് 3 into 0 -2 അവിടെ കിട്ടി. ഇത് തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഇൻറ്റു ദിസ്, ഇതിൻ്റെ 0 into 2 അടുത്ത് കഴിഞ്ഞാൽ അവിടെ പൊസിഷനിൽ കിട്ടി. എങ്ങനെ പോകും? സോ ഐദർ യു വെൻ യു റൈറ്റ് ഇറ്റ് യു ഡയറക്ട്ലി ഗോ ടു ദിസ്
ദിസ് മെട്രിക്സ് ട്രാൻസ്പോസ് ചെയ്ത് എഴുതാൻ സാധിക്കുമെങ്കിൽ ഒറ്റയടിക്ക് എഴുതി അതിലേക്ക് വന്നു വീഴാം. സോ ഐ റിപ്പീറ്റ്, ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ 4 വട്ടം എഴുതി, 4 വട്ടം ആ മെട്രിക്സിൽ എലിമെൻറ്റ്സ് എഴുതി ക്രോസ് ഓഫ്, അവസാനത്തെ റോ യു ജസ്റ്റ് ക്രോസ് ഇറ്റ് ഓഫ്, ദാറ്റ്സ് എ ഷോർട്ട് കട്ട്. എന്നിട്ട് ബാക്കിയുള്ള എലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ അഡ്ജോയിൻറ്റ് ഇൻ നോ ടൈം. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് മീൻ ബൈ അഡ്ജോയിൻറ്റ്. ഇനി അഡ്ജോയിൻറ്റായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ അതിലേക്ക് വരാം. ഇനി ഇവിടെ പറയുന്നത് കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ്. കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം. വാട്ട് ഇസ് എ കോൺജുഗേറ്റ് ഓഫ് മെട്രിക്സ്? സപ്പോസ് യു ആർ കൺസിഡറിങ് എ മെട്രിക്സ് which is having complex elements 3 plus I, 2, 4, minus 3, minus I. Then conjugate of a matrix, A conjugate, is such that all elements of A is complex conjugate. What does that mean? Nothing but ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കോൺജുഗേറ്റ് എഴുതുക. 3 minus I, 2, 4, minus 3 plus I. അതായത്, so conjugate of a matrix is a matrix obtained by replacing the original elements with its complex conjugate. Okay, ഇനി types of matricesലേക്ക് വരാം. Types of matrices. ഈ റോ മെട്രിക്സ് എന്താ, കോളം മെട്രിക്സ് എന്താണെന്നെല്ലാം യു നോ ഇറ്റ് വെരി വെൽ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. വാട്ട് യു മീൻ ബൈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് മീൻസ് അതിൻ്റെ ബാക്കി ഈ എലിമെൻറ്റ്, അതായത് അപ്പർ പാർട്ട് ഒരു ട്രയാങ്കിളുമായി ഈ രൂപത്തിൽ വന്ന് നിന്നേക്കും. ഐ മീൻ ദാറ്റ്സ് വാട്ട് ദ മീൻ ബൈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ദാറ്റ് ഈസ് ദിസ്, ഒരു അപ്പർ ഒരു പോർഷൻ ട്രയാങ്കിളുമായി ഉണ്ടാവും. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. വാട്ട് ഈസ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്? അതാണ് ഇതിൽ ഓർക്കേണ്ട കാര്യം. ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, upper triangular matrix is nothing but the product of their diagonal elements. ഇതിൽ തുടങ്ങിയിട്ട് ബാക്കിയുള്ള എലിമെൻറ്റ്സ് 0 അല്ലേ, this into this 0. So in upper triangular matrix or lower triangular matrix, the determinant of an upper triangular matrix or determinant of a lower triangular matrix is nothing but the product of diagonal elements. Product of their diagonal elements. ഇനി ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. സ്കേലാർ, സിമെട്രിക് മെട്രിക്സ്, ക്യൂ സിമെട്രിക് മെട്രിക്സ്, യൂണിറ്റ് മെട്രിക്സ്. വാട്ട് യു മീൻ ബൈ യൂണിറ്റ് മെട്രിക്സ്? Unit matrix is a square matrix in which all diagonal elements are like 1, 1, 1. I mean, you know that. 0, ബാക്കിയുള്ള എല്ലാം 0 അല്ലേ? ഇനി അറിയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. വാട്ട് യു മീൻ ബൈ എ നിൽ പൊട്ടൻറ്റ് മെട്രിക്സ്? നിൽ പൊട്ടൻറ്റ് മെട്രിക്സ്. Nilpotent matrix means a square matrix A is said to be nilpotent if square, I mean n by n, അതായത് ഏത് ഓർഡർ ആവാം, 2 by 2, 3 by, if a square is equal to 0. നമുക്കൊരു എക്സാമ്പിൾ എടുത്തേക്കോ. A is equal to 0, 1, 0, 0. എല്ലാ എലിമെൻറ്റും 0 ആയല്ലോ, അതുകൊണ്ട് so a square is equal to 0, 1, 0, 0 into 0, 1, 0, 0. What happens when you multiply this? That is 0, 0, this is 0, 0 and 1, then that is also 0, 0 and 0, all of them 0. If you can take, if you can take another matrix that is equal to A is equal to AB B square minus A square AB. ഇതുകൊണ്ട് എടുത്ത് നോക്കാം അല്ലേ? ഓക്കെ, nilpotent. So A square is equal to AB B square minus A square AB into AB B square minus A square AB. Just try it. ഇല്ല, അത് 0 ആയിട്ട് വരും. നോക്കാം. ഹിയർ AB into AB, A square B square, A square. ഇനി അടുത്തത് B square into, so ഇവിടെ എന്താ വരിക? A square B square minus A square B. So it part will be 0. അതേപോലെ ഓരോന്നും 0 ആവുന്നത് കാണാം. You can try it. Such a matrix, അതായത് A square is equal to 0. A square is equal to 0. Such a matrix is known as nilpotent matrix. Nilpotent matrix. അടുത്തത് next one is, that is A square is equal to 0. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം തലയിൽ വന്നു. Idempotent matrix, and it's not idempotent, idempotent matrix. Idempotent matrix. Idempotent matrix idempotent matrix, it is nothing but a matrix of the form
A square is equal to A. A square matrix is said to be idempotent എന്ന വാക്ക് മെട്രിക്സിൽ മാത്രമല്ല, idempotent vectors മെട്രിക്സ് പല സ്ഥലത്തും ഇത് വരുന്നുണ്ട്. idempotent. So A square is equal to A. ഒരു ഉദാഹരണം നോക്കാം. 4 minus 1 15 minus 4 എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് A ആണ് എടുക്കാൻ. A square എന്ന് കണ്ടു നോക്കാം. A square is equal to 4 minus 1 15 minus 4 into 4 minus 1 15 minus 4. And the product എന്തായിരിക്കും? So this is 4 4 16 minus 15 1. A square is equal to A square is equal to A. 4 minus 1 ഇത് പോലല്ലോ, ശരിയാവില്ല. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. A is equal to 4 minus 1 12. അപ്പോൾ ഇവിടെ എത്ര വരും? അങ്ങനെയാണെങ്കിൽ 4 5 3 കൊടുത്തു നോക്കാം. A square is equal to 4 minus 1 12 3. അതൊന്ന് ചെയ്തു നോക്കാം നമുക്ക്. 4 minus 1 12 3. So this is equal to 4 4 16 minus 12 4. I mean 4 and minus 4 minus 4 I mean 4 minus 4 അല്ലല്ലോ, എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ, idempotent. അപ്പോൾ അത്ര ഒരു -4 -3. ഇത് -3 ഇട്ടല്ലോ. settle -4 plus 3 -4 plus 3, this is -1 12 4 48 36 ഇത് 12 into yes -3. So that is same as A. അപ്പോൾ അതാണ്, that is what we mean by idempotent matrix. ഇനി എന്താ അടുത്തത്? next one is involuntary matrix. Involuntary matrixന്റെ അകത്ത് മറ്റൊന്നുമില്ല. it is A square is equal to I. A square is equal to I. involuntary matrix. നമുക്കൊരു മെട്രിക്സ് എടുക്കാം. 3 by 3 ആയിക്കോട്ടെ. മൈനസ് എത്ര എടുക്കാം? 5 minus 8 0 3 5 0 1 2 minus 1. A is equal to A square is equal to നോക്കിയാൽ മതി. -5 minus 8 0 3 5 0 1 2 minus 1. ഇതും 1 -5 minus 8 0 3 5 0 1 2 minus 1. ആദ്യത്തെ എലിമെൻറ്റിനെ നോക്കിയാൽ നമുക്കറിയാം. 5 5 25 minus 24. yes 1 here comes. അടുത്തത് 40 40 0 0 0 0 0 0 കമ്മിങ് ടു ബി 0 1. ചെക്ക് ചെയ്തേക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ മെട്രിക്സ് പറയുന്നത് ഇൻവല്യൂട്ടറി. ഇനി ഒറ്റ ഒന്നും കൂടി, ദാറ്റ്സ് വാട്ട് മീൻ ബൈ ഓർത്തോഗണൽ മെട്രിക്സ്. യു ഹാവ് ടു ബി കെയർഫുൾ വിത്ത് ഓർത്തോഗണൽ മെട്രിക്സ്. ഇത് നേരിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നു ഓർത്തോഗണൽ മെട്രിക്സ് നത്തിങ് ബട്ട് എ മെട്രിക്സ് A ട്രാൻസ്പോസ് ഇൻറ്റു A ഇസ് ഈക്വൽ ടു I അല്ലെങ്കിൽ A ഇൻറ്റു A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു I. അങ്ങനത്തെ ഒരു മെട്രിക്സിന് പറയുന്ന പേരാണ് ഓർത്തോഗണൽ മെട്രിക്സ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. A ഇസ് ഈക്വൽ ടു 1 -1 1 1. പുറത്തെന്താ ഒരു 1/√2 കൂടി കൊടുക്കട്ടെ. സോ A ഇൻറ്റു A ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു 1 - 1 1 1 into 1/√2 into transpose 1 - 1 1 1. This is equal to 1/2 into √2 and √2 1/2. This is equal to 1 into 1 plus, so this will be 2. 1 into 1. Next one is 1 into 1. 1 into 1 minus 0. 0 0 ആണ് വരുന്നത്. യെസ് ആൻഡ് 2 പുറത്തേക്ക് എടുക്കും. ദിസ് ഈസ് ഈക്വൽ ടു 1 0 0 1. സോ സച്ച് എ മെട്രിക്സ് ഇസ് നോൺ ആസ് ഓർത്തോഗണൽ, ഇൻവോളണ്ടറി, ഓർത്തോഗണൽ, ഐഡംപൊട്ടൻറ്റ് ആൻഡ് നിൽപൊട്ടൻറ്റ് മെട്രിക്സ്. ഇനി ഒരു ചില കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് പറയാം. Now we come to what do you mean by determinants. എന്താ ഡിറ്റർമിനൻസ് എന്ന് അറിയാലോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ടല്ലോ. ഡിറ്റർമിനൻസ്. What is determinants? What are determinants? Determinantsൽ
What is the determinant of a 2 by 2 matrix? സാധാരണഗതിയിൽ A, B, C, D. Determinant of A is nothing but determinant of A, B, C, D, that is equal to AD minus BC. ഇനി determinant, what is a determinant? Determinant പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാം. Determinant is nothing but a number, it's a real number or a complex number or a function associated with every square matrix. അതാണ് ഒരു ഡെഫിനിഷൻ. അതിന് വേറെ മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം, ഒരു ഫംഗ്ഷൻ്റെ രൂപത്തിലൊക്കെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ കോംപ്ലിക്കേറ്റഡ് അതിനൊന്നും ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻ, ഐ മീൻ അഡ്വാൻസ് രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിറ്റർമിനന്റ് ഇസ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ranges real or complex numbers or functions. അങ്ങനെയൊക്കെ പറയാം. ബിക്കോസ് ഇറ്റ് ഇസ് എവറി സ്ക്വയർ മെട്രിക്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സംതിങ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനായിട്ടൊക്കെ ഡിഫൈൻ ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. ഡിറ്റർമിനന്റ്. സോ നൗ വെൻ യു കം ടു ഡിറ്റർമിനൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറയാം. ദർ ഇസ് എ സ്ക്വയർ മെട്രിക്സ് A1 B1 C1 A2 B2 C2 A3 B3 C3. So determinant of A is determinant of A1 B1 C1 A2 B2 C2 A3 B3 C3. Either you can expand along any row or any column. When you expand it along usual format, it is A1 into you go for the other two, determinant of other two. I mean, this is our usual procedure. A1 into determinant of, you remove that row and that column. What happens? B2 C3 B3 C2 minus B1 into A2 C2. ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നല്ല, ഇത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം. കാരണം ബോർഡ് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല. A2 B2 A3 B3. When you look at this is nothing but A1 into ഇതെന്താണിത്? ഇത് കോഫാക്ടറാണ്, ആദ്യത്തെ കോഫാക്ടറാണ്. Then I am forgetting about that minus. അത് ഭാഗം വിട്ടേക്കാം. മൈനസ് പ്ലസ് രണ്ടാമത്തെ എലിമെൻറ്റ് B1 ഇൻറ്റു രണ്ടാമത്തെ എലിമെൻറ്റ്. എന്താണ് ഈ മൈനസ് അടക്കം ഉള്ള ഇത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോഫാക്ടർ ഓഫ് ദ സെക്കൻഡ് എലിമെൻറ്റ് C1 ടു കോഫാക്ടർ ഓഫ് ദ സെക്കൻഡ് എലിമെൻറ്റ്. അതേപോലെ തന്നെ അടുത്ത പ്ലസ് C1 ഇൻറ്റു ദിസ് ഇസ് ദ co-factor of the C1 3. ചുരുക്കത്തിൽ ഡിറ്റർമിനൻറ്റ് ഇസ് നത്തിങ് ബട്ട്, ഒരു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു എലിമെൻറ്റും, ദറ്റ് ഈസ് സപ്പോസ് വി ആർ ടേക്കിംഗ് എ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് ഫോം A11 A12 A13 B11 B12 B13 C11 C12 C13. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദറ്റ് ഈസ് this is determinant of A. That is nothing but A11 into corresponding C11 plus A12 into corresponding cofactor C minus അല്ല, ഈ മൈനസ് അടക്കം ഈ കോഫാക്ടറിൽ വരും. കാരണം എന്താ? കോഫാക്ടറിൻ്റെ ഇവിടുത്തെ സൈന് C12 ഇസ് ആക്ച്വലി ഈക്വൽ ടു -1 raised to 1 plus 2. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ സൈന് മൈനസ് അത് അടക്കമുള്ള, ദറ്റ് ഈസ് MIJ M12 എന്ന് പറഞ്ഞാൽ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? ആ റൂം ആ കോളും ഒമിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത്. ഇനി A12 into C12 പ്ലസ് A13 into C13. ഇത് ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇതിലൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലും, ഈ കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലും എന്താണ്? A11 into C11 പ്ലസ് A21 into C21 പ്ലസ് A31 into C31 എന്ന് പറഞ്ഞു. ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് the elements, if you are expanding or if you are multiplying an element along with their cofactor and adding, then you get determinant. ഇനി അതല്ല,
മറിച്ച് ഓക്കെ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇനി അല്ലാതെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ പൊസിഷനുകളിലെല്ലാം എന്തായിരിക്കും മൈനസ് ആയിരിക്കും. ഈ പൊസിഷനുകളിലെല്ലാം എന്താണ് കോ ഫാക്ടറിൻ്റെ ആ പവർ നെഗറ്റീവ്, ഈ ഓഡ് പവർ വരും. 1 2 അപ്പോൾ 3 വരും, 2 1 അപ്പോൾ 3 വരും, 2 3 അപ്പോൾ 5 വരും. കാരണം C2 3 -1/5 ഈ പൊസിഷനുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിലാണ് പ്രധാനപ്പെട്ട കാര്യം. If you multiply the element of a determinant of an element of a matrix, if you multiply the elements of a row of a matrix with their corresponding cofactor, അതായത് ഒരു മെട്രിക്സിൻ്റെ ഒരു റോയിലെ എലിമെൻറ്റ്സ് റോ കോളം വിത്ത് എ കറസ്പോണ്ടിങ് എന്താണ് കോഫാക്ടർ, എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ്. ഒരു മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ഇനി അതല്ല മെട്രിക്സിൻ്റെ ആയിരുന്നു. സോ ദാറ്റ് മീൻസ് സപ്പോസ് ദർ ഇസ് എ മെട്രിക്സ്, that is matrix is A11 B1, ഇതിനെ മാറ്റി എഴുതുന്നു B11 or B1 A12 A13 A21 A22 A23 A31 A32 A33. So what is A11 into C11 plus A12 into C12 plus A13 into C13? That is automatically equal to determinant of A. അതേമാതിരി വേറൊരു എടുക്കുക A31 into C31 plus A32 into C32 plus A33 into C33. That will be equal to determinant of. ഇനി അതൊന്ന് മാറിയാലോ ഓർഡറും എലമെൻസും കോഫാക്ടറും ഫസ്റ്റ് റോ വിത്ത് എ കോഫാക്ടർ ഓഫ് സെക്കൻഡ് റോ plus A12 into C22 പ്ലസ് A13 ഇൻറ്റു സി, അതായത് ഒരു റോയിലെ എലിമെൻസും മറ്റൊരു റോയിലെ കോഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ the value will be 0. So this is what you have to remember. If you multiply the elements of a row of a matrix with a corresponding cofactor, the value will be determinant. Okay? ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട് ഇവിടെ. മൈനർ കോഫാക്ടർ എല്ലാം പറയുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഗിവൺ. ഇവിടെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഒരു എലിമെൻറ്റ് വിത്ത് കറസ്പോണ്ടിങ് കോഫാക്ടർ യു വിൽ ഗെറ്റ് ഡിറ്റർമിനന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഇസ് അൺആൾട്ടേർഡ് ഇഫ് ദ റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, അതെല്ലാം ജസ്റ്റ് ഇപ്പോൾ ഓടിച്ച് പറയാം. Okay, so that is if properties. എന്തൊക്കെയാണ് properties? Properties എന്തൊക്കെയാണ് properties? ഒന്ന്, if rows and columns are interchanged. Columns are interchanged, value of the determinant same, remains same. അതായത് determinant of A is same as determinant of A transpose. രണ്ടാമത്തെ കാര്യം, if any two rows are interchanged, rows or columns are interchanged, A1 B1 C1, A2 B2 C2, A3 B3 C3, the value of the determinant is delta. Then what is the value of this A1 A2 A3, I am interchanging the C1 C2 C3. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. This will be equal to what? If any two rows or columns are interchanged, the value of the determinant remains same, but it gets multiplied. അതേപോലെ അങ്ങനെയാണെങ്കിൽ if what is k times A1, k times B1, k times C1, A2 B2 C2, A3 B3 and C3, every element of a row is multiplied by a constant, then the entire determinant gets multiplied by that constant. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് suppose there is a matrix A is a 3 by or 2 by 2 matrix, 2 by 2 or 3 by 3 matrix. Like we will take, okay, A is equal to 2 3 4 5 1 2 4 2 1,
and determinant of A is equal to delta. Suppose we are multiplying A by K times A. What is K times A? K times A is nothing but a determinant 2k, 3k, 4k, 5k, k, 2k, 4k, 2k and k. So what is determinant of Ka? Determinant of Ka is nothing but determinant of this 2k, 3k, 4k and 5k, k, 2k. ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചതാണ് പ്ലസ് ടു അല്ലേ, തിയറി പാർട്ടിൽ പഠിച്ചതാണ്. എന്താണത്? ദിസ് ഇസ് ഇഫ് എവറി എലിമെൻറ്റ്, ഇവിടെ പറഞ്ഞ ഈ പ്രോപ്പർട്ടി, ഇഫ് എവറി എലിമെൻറ്റ് ഓഫ് എ റോ ഇസ് മൾട്ടിപ്പിൾ. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കെ ഉണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കെ പുറത്തേക്ക് എടുക്കാം, ഈ റോൻ്റെ അകത്തുനിന്ന് ഒരു കെ പുറത്തേക്ക് എടുക്കാം, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കെ പുറത്തേക്ക് എടുക്കാം. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് കെ ക്യൂബ് ഇൻറ്റു വാട്ട് 2, 3, 4, 5, 1, 2, 4, 2, 1, or it is k cube times A. So that is nothing but if determinant of A is square root determinant of A is equal to delta, then what is determinant of Ka? K is nothing but if it is a 3 by 3 matrix, K cube. Suppose it has been a 2 by 2 matrix, A is equal to 2 by 2 matrix, that is 2, 3, 5, 1. Ka will be equal to 2k, 3k, 5k and k. We will be getting opportunity to take, when you find the determinant, you will be getting opportunity to take from 2 rows. അല്ലേ, 2 റോന്ന് പുറത്തെടുക്കാം, അപ്പോൾ എന്തുണ്ടാവും k square. So determinant of Ka is equal to k raised to n times A, or determinant of A. That is, if A is a square matrix of order n, that is n by n matrix, then determinant of Ka is equal to k raised to n times the determinant of A. ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. ഇനി we will continue with the അടുത്തത്. എന്താണ് അടുത്ത പ്രോപ്പർട്ടി? ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഇതാണ്. റോവും കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇനി if you are arranging rearranging any 2 columns or rows, the sign will change. If we multiply every element of a row, the entire determinant gets multiplied by that constant. ഇനി അടുത്തത്, അപ്പോൾ വേണമെങ്കിൽ നമ്പർ ഇടാം. 1, 2, 3, 4. If 2 rows are identical, in a determinant 2 rows are identical, 1, 1, 1, 1, 1, 1, A, B, C, and then automatically 0, right? Or proportional, maybe k, 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 idum k എനിക്ക് പുറത്തെടുക്കാം. എന്താണ്? So it will be 1, 1, 1, A, B, C, k can be taken outside, 1, 1, 1, it will be equal to 0. If 2 rows or columns are identical or proportional, identical ആവാം അല്ലെങ്കിൽ proportional ആവാം, അങ്ങനെയാണെങ്കിൽ values remains and the value of the determinant is 0. ഇനി if I add അല്ലേ A, B, C, D, E, F, G, H, I, if C1 is replaced by C1 plus 3 times C3, what happens? The value of the determinant remains unchanged. അതായത് to every row or a column, ഇവിടെ കോളം എടുത്തത് R1 can be rearranged at R1 minus 5 times R2. If to every element of a row or a column, if we add an equimultiple of another row അല്ലെങ്കിൽ column, the value of the determinant remains unchanged. ഇതൊക്കെ നമ്മളവിടെ പഠിച്ച കാര്യം. ഇനി ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ കൂടി പറയാം ഡിറ്റർമിനൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. What do you we have നമുക്ക് what do you mean by A into adjoint of A? A into adjoint of A much more determinant of A into I raised to അല്ലേ. A into adjoint of A is equal to determinant. ഇതുകൊണ്ടാണ് A into adjoint of A by determinant of A
is equal to I എന്ന് പറയുന്നത്. So we say that A into B I ആണെങ്കിൽ what is B? B is a inverse and we say that inverse is equal to adjoint of A divided by determinant of A എന്ന് പറയാറുണ്ട് അല്ലേ. So A into adjoint of A is equal to determinant of A into IN. What is determinant of A into adjoint of A? That is equal to the determinant of A IN whole, that is same as എന്താണ് ഇവിടെ ഡിറ്റർമിനൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതേ എഫക്റ്റ് ഉണ്ടാവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റോയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും, ഓരോ റോയിലും അത് മൾട്ടിപ്ലൈ ചെയ്യും INൻ്റെ ഓരോ റോൾ. അപ്പോൾ എന്താ ഡിറ്റർമിനൻ്റ് ഓഫ് A ഹോൾ റേസ് ടു n ടൈംസ് ഡിറ്റർമിനൻ്റ് ഓഫ് IN. വാട്ട് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് IN? അത് 1 ആയിരിക്കും. സോ ദിസ് ഇസ് സെയിം ആസ് ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് adjoint of A അല്ലേ. സോ വാട്ട് ഹാപ്പൻസ്? സോ ഡിറ്റർമിനൻ്റ് ഓഫ് adjoint of A is equal to ഇവിടുന്ന് ഒരു പവറും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും. അപ്പോൾ എന്താ പവർ? സോ ഡിറ്റർമിനൻ്റ് ഓഫ് A ഹോൾ റേസ് ടു n-1. A into adjoint of A is determinant of A into IN. Similarly ഇതും എന്താ adjoint of determinant of adjoint of A, ഇത് ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ടാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു റിസൾട്ട് ഉണ്ട്. എന്താണത്? മറ്റൊരു റിസൾട്ട് ഉണ്ട്. എന്താണത്? adjoint of A. Adjoint of A is determinant of A whole raised to n- times A. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. സോ നൗ അങ്ങനെ that's what we have to think about the determinants. Determinant of AB റിവേഴ്സലോ ഒന്നുമില്ല ഇവിടെ. determinant of AB, what is the determinant of A? Determinant of A into determinant of B. Now any inverse. What is inverse? What is inverse? Inverse of a square matrix. If let us consider square matrix A. If there exists another matrix B such that AB is equal to BA is equal to I, then B is called the inverse. B is called the inverse and B is denoted by A inverse. And it is defined by A inverse is defined as adjoint of A divided by A inverse is denoted by adjoint of A divided by determinant of A, and this is possible if determinant of A is not equal to 0. That means it is known as non-singular. It is known as non-singular matrix ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യം. എവിടെയാണ് ഇൻവേഴ്സ് ഉപയോഗിക്കുന്നത്? വി യൂസ് ഇറ്റ് ടു സോൾവ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് അല്ലേ. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സോൾവിങ് ലീനിയർ ഇക്വേഷൻ. ഞാൻ ആദ്യം പറഞ്ഞത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ പ്രധാന ആവശ്യം നമുക്ക് മെട്രിക്സസ് ലീനിയർ ഇക്വേഷൻസ് സോൾവിങ് മെട്രിക്സസ് സോൾവിങ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻ എന്താണ്? ഹൗ ഡു വി സോൾവ് ദ ലീനിയർ ഇക്വേഷൻ? ഫോർ എക്സാമ്പിൾ a1x plus b1y plus c1 is equal to 0, a2x plus b2y plus c2 is equal to 0. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ. പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് എന്താ പല മെത്തേഡ്സ് ഉണ്ട്. വാട്ട് ആർ ദേ? ദാറ്റ് ഇസ് എലിമിനേഷൻ ഇസ് ദെയർ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ദെയർ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോൺ ബൈ വൺ നെയിം. വാട്ട് ഇസ് ദാറ്റ്? ക്രേമേഴ്സ് റൂൾ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. പല രീതിയിൽ ഇതിവിടെ എഴുതിയ രീതിയിലല്ല ഞാനിവിടെ എഴുതാൻ പോകുന്നത്, ഞാൻ മറ്റൊരു രീതിയിലാണ് എഴുതാൻ പോകുന്നത്. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇവിടെ എഴുതിയിട്ടുള്ള എന്തൊക്കെയാണ്? എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് വൈ ഡിവൈഡ് ബൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ആ രീതിയിൽ എഴുതണം എന്നില്ല. ദാറ്റ് ഈസ് ഇക്വേഷൻ ഒന്ന് തന്നെയാണെങ്കിൽ നമുക്ക് നോക്കാവുന്നു. a1x plus b1y plus c1 is equal to 0, a2x plus b2y. ദാറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, ഇതെന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എക്സ് വൈ 1 എന്നിടുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് b1 രണ്ടാമത്തെ എലിമെൻ്റ് തുടങ്ങാം. b1 c1 a1 b1 സൈക്ലിക് b1 c1 a1 b1 b1 c1 a1 b1. ഇനി അങ്ങനെയാണ് അടുത്തതോ b2 c2 a2 b2. ഇനി അടുത്ത സ്റ്റെപ്പ് എക്സ് ഡിവൈഡഡ് ബൈ b1 c2 മൈനസ് b2 c1 is equal to y divided by
C1 A2 minus A2 C1 is equal to 1 divided by A1 B2 minus A2 B1. ഇതാണ് അവിടെ. ഇവിടെ ക്രേമേഴ്സ് റൂൾ അവിടെ തന്നിരിക്കുന്ന ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും, ഇത് തിരിഞ്ഞിട്ടുണ്ടാവും. ഇറ്റ്സ് ഓൾ വൺ ആൻഡ് സെയിം. ക്രേമേഴ്സ് റൂൾ സോൾവിങ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. രണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഹാവിങ് 2 വേരിയബിൾസ്, 2 ഇക്വേഷൻസ്. ഇനി 3 എണ്ണം ഉണ്ടെങ്കിൽ എന്താണ് മെത്തേഡ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 വേരിയബിൾസ്. 3 വേരിയബിൾസ് നോക്കാം. ഇത് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് ദ ക്രേമേഴ്സ് റൂൾ. ഇത് റീഡറിലുള്ള മെത്തേഡാണ് ആദ്യം പറയുന്നത്. റീഡർ മെത്തേഡ് അല്ലെങ്കിൽ NCERT റീഡർ മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മെത്തേഡ്, അല്ലെങ്കിൽ യൂസിങ് മെട്രിക്സ് ഇൻവേഴ്സ്. യൂസിങ് ഇൻവേഴ്സ്, കൺസിഡർ ദ ഇക്വേഷൻ A1x plus B1y plus C1 is equal to D1. A2x plus B2y plus C2 is equal to D2. A3x plus B3y plus C3z is equal to D3. ഈ 3 ഇക്വേഷന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? A1 B1 C1 A2 B2 C2 A3 B3 C3 ടൈംസ് എന്താക്കി എഴുതാം? എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു D1 D2 D3. അതായത് ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസ്, ഈ തന്നിരിക്കുന്ന 3 ഇക്വേഷനും കൂടി ഒരു മെട്രിക്സിൻ്റെ ഫോം, ഇത് 2 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് A1x plus B1y തന്നെ കിട്ടും. So this we write as Ax is equal to B and we call x is equal to A inverse B. ഇതെങ്ങനെയാണ് A inverse B കിട്ടുക? Ax is equal to B, 2 ഭാഗത്തും പ്രീ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എന്ത് A ഇൻവേഴ്സിനെ കൊണ്ട് 2 ഭാഗവും മൾട്ടിപ്ലൈ ചെയ്യും. പ്രീ മൾട്ടിപ്ലിക്കേഷൻ മുന്നേ ഇടും. സോ A ഇൻവേഴ്സ് A എന്താ? I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് B. ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് B. ഇതായിരുന്നു നമുക്ക് അവിടെ കിട്ടിയിരുന്ന. This has different cases, that is, suppose determinant of this is possible only if determinant of A not equal to 0. It will have a unique solution. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി അഥവാ ഡിറ്റർമിനന്റ് ഓഫ് A is equal to 0 ആയാലോ? നോ സൊല്യൂഷൻ അല്ലേ? 2 കേസുകളുണ്ട്. ഒന്നാമത്തെ കേസ് adjoint of A into B കാണാം. If this is equal to 0, adjoint of A into B not equal to 0. 2 കേസ് ഉണ്ട്. ഈ കേസിൽ it is also consistent and has infinite solutions, and in this case no solution. So determinant of A not equal to 0 ആയാൽ it is said to be consistent ആണ്. അതിന് പറയുന്നത് consistent ആണ്. This is consistent. ഈ കേസിലും കൺസിസ്റ്റൻ്റ് ആണ്, ഈ കേസിലും കൺസിസ്റ്റൻ്റ് ആണ്. ഒന്നുകിൽ യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. മറ്റേ കേസിൽ ഏത് adjoint of A into B is not equal to 0, no solution. ദിസ് ഇസ് ദ റീഡർ മെത്തേഡ്, നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ്. ഇനി ക്രേമേഴ്സ് റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൗ ഡു വി സോൾവ് ക്രേമേഴ്സ് റൂൾ? നമ്മളിവിടെ കണ്ടു 2 ഇക്വേഷൻ, ഇനി 3 ഇക്വേഷൻ ഉള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സോ ലെറ്റ് us consider the equation A1x plus B1y plus C1z is equal to D1. A2x plus B2y plus C2z is equal to D2. A3x plus B3y plus C3z is equal to D3. So we have a matrix, like we write it in this form. അല്ലേ? ഏതാണ്? A1 B1 C1 A2 B2 C2 A3 B3 C3 into x y z. This can be rewritten as D1 D1 D2 and D3. This is our usual method. അല്ലേ? This is A x is equal to B എന്ന് പറയാം. ഇനി we are taking this as determinant of A. Determinant of A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നു. ഡെൽറ്റ. So delta is nothing but determinant of A.
ഇനി ഞാൻ മറ്റൊരു ഡിറ്റർമിനൻ്റ് കൺസിഡർ ചെയ്യും, ഡെൽറ്റ 1. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ തന്നിട്ടുണ്ട്. യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് ദാറ്റ് എക്സ്പ്ലനേഷൻ. ഒന്ന് വായിച്ചു നോക്കാം. ദിസ് ഫസ്റ്റ് കോളം ഇസ് റീപ്ലേസ്ഡ് ബൈ ദിസ് കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് വിൽ ബി d1 d2 d3 b1 b2 b3. ബാക്കിയുള്ളത് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, we will be considering one more determinant, delta 2. അങ്ങനെയാണെങ്കിൽ delta 2 എന്തായിരിക്കും? Same, but we will be replacing this by the second column, a1 a2 a3. Here d1 d2 d3 c1 c2 c3. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഡിറ്റർമിനൻ്റ് ഡെൽറ്റ 3 എന്തായിരിക്കും നിങ്ങൾക്കറിയാലോ? a1 a2 a3 b1 b2 b3 and last d1 d2 d3. Then we have x. ഇതിൻ്റെ സൊല്യൂഷൻ തന്നിരിക്കുന്നത് x is equal to delta 1 by delta, y is equal to delta 2 by delta, അതായത് ഈ ഡിറ്റർമിൻ ബൈ ദ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ്. z is equal to delta 3 by delta. ഇത് അത്ര എളുപ്പത്തിൽ ഇത്രയും ഡിറ്റർമിനൻസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രാക്ടിക്കലി നമുക്ക് സാധാരണഗതിയിൽ നമ്മളിത് ഉപയോഗിക്കാറില്ല, പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് അത്ര രീതിയിൽ ഉപയോഗിക്കാറില്ല. സപ്പോസ് സോൾവ് ചെയ്യാൻ 3 ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ബെസ്റ്റ് അപ്രോച്ച്? തന്നിരിക്കുന്ന ഓപ്ഷൻ എടുത്ത് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്തെടുക്കുക. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഡൂയിങ് ആസ് ഫാർ ആസ് ബോർഡ്. ഇത് മെത്തേഡ് പറഞ്ഞെന്ന് മാത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തിയറി പറഞ്ഞെന്ന് മാത്രം. And this is possible. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടീഷൻസും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് കണ്ടീഷൻ. Delta is not equal to 0. The given system, if the equation is consistent, has unique one solution. അതായത് ഡെൽറ്റ 0 അല്ല. ഇനി ഡെൽറ്റ 0 ആയാൽ ന്യൂമറേറ്റർ 0 അല്ലെങ്കിൽ ഇത് ഇസ് നോട്ട് വാലിഡ്. 0/0 വാലിഡ് ആണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഓർക്കാൻ വേണ്ടിയിട്ട്. സിസ്റ്റം ഇസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇനി എല്ലാം 0 ആയാൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻസ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. സപ്പോസ് ഇതാണ് നമുക്കറിയേണ്ടത്, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. Homogeneous linear equations. Let us consider equation of the form a1 x1, not x1, a1x plus b1y plus c1z is equal to 0. a2x plus b2y plus c2z is equal to 0. a3x plus b3y plus c3z is equal to 0. ഉദാഹരണത്തിന് 3x minus 5y plus 7z is equal to 0. 4x plus 7y minus 2z is equal to 0. x minus 3y plus 4z is equal to 0. Such an equation, അതായത് constant part 0 ആയിട്ടുള്ള equation, such an equation is known as homogeneous linear equation. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമോ? എന്തായിരിക്കും ആ സൊല്യൂഷൻ? ഒരു തർക്കവും വേണ്ട. ഇതിനകത്ത് x is equal to 0, y is equal to 0, z is equal to 0. ഇതിന് എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ്റെ അകത്ത് x is equal to 0, y is equal to 0, z is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ ഒരു സൊല്യൂഷൻ്റെ പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. Trivial solution. Such a solution is known as trivial solution. അതായത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ്റെ അകത്ത് x is equal to 0, y is equal to 0, z is equal to 0 എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. ഇനി അടുത്തൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ is it possible that it has some other solution? ഉണ്ടാവുമോ? ഉണ്ടായേക്കാം. So if it is having a non-trivial solution, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാണെങ്കിൽ നമ്മളൊരു മെട്രിക്സ് കൺസിഡർ. ലെറ്റ് us consider a matrix. This can be written as in this form. ഏതാണ്? ഈ തന്നിരിക്കുന്ന ഇക്വേഷന് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. 3 minus 5 7 4 7 minus 2 1 minus 3 4 coefficient matrix into x y z that is equal to 0 0 0. ഇതിന് non trivial solutions ഉണ്ടാവണമെങ്കിൽ
this we can say that Ax is equal to 0. Then trivial solution എന്താണ് x is equal to 0. Non-trivial solution ഉണ്ടാകണമെങ്കിൽ determinant of A should be equal to 0. Determinant of A 0 ആയി കഴിഞ്ഞാൽ there will be a non-trivial solution. Determinant of A is equal to 0. Here is determinant of is not equal to 0, then the given system has only trivial solution. എന്താണ് trivial solution? X is equal to 0, y equal to 0, z is equal to 0. Any other, that is not trivial. Any അല്ലെങ്കിൽ then if delta is not equal to 0, then the system has a non-trivial solution. So that is what we mean by non-trivial solution, homogeneous linear equation and its non-trivial solution. ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ കൂടി ഞാൻ പറയാം, കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി ചേർക്കാം. ഒന്ന് ജസ്റ്റ് വായിച്ചു പോകാം. സം ഓഫ് ദം വി സെഡ്, നമ്മൾ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് അഡീഷണൽ പോയിന്റ്സ് ഒന്ന് പറയുന്നത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾവേസ്, കാരണം അതിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ എ ട്രാൻസ്പോസ് പ്ലസ് എ, ഓർ ഇറ്റ് സെയിം ആസ് എ പ്ലസ് എ ട്രാൻസ്പോസ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്, again അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അത് തന്നെ, therefore it is symmetric. Similarly a minus a transpose എന്തായിരിക്കും, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നേരെ കിട്ടുന്നത് a transpose minus a എന്നായിരിക്കും. therefore it is or that is same as what, minus of a minus transpose. so this such a plus a transpose symmetric ആയിരിക്കും, a minus a transpose skew symmetric ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. if a and b are two symmetric, ഇതൊന്ന് ചെക്ക് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പോയിന്റ്സ് ഞാൻ ഓരോ പോയിന്റ്സ് പറയാം, ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, പ്രോബ്ലം ചെയ്യാൻ നമുക്ക് പലപ്പോഴും ഉപകരിക്കുന്നത്. എ ആൻഡ് ബി ആർ ടു സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്, രണ്ട് സിമെട്രിക് മെട്രിക്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും, രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകൾ ആഡ് ചെയ്ത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇനി ഇഫ് എ ഇസ് എ മൂന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഇഫ് എ ഇസ് എ സിമെട്രിക് കെ എ ഓൾസോ, എന്താ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ, ഇത്രയും വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. 5 2 ഇത് 3 3 സിമെട്രിക് ആണെങ്കിൽ കെ ഓൾസോ സിമെട്രിക്, ഇത് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ കെ ഓൾസോ സ്ക്യൂ സിമെട്രിക്. ഇനി ഇത് റീഡുള്ള ഒരു കോൺസെപ്റ്റാണ്, 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ ചെയ്താണ്. എവറി മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആസ് വെൽ ആസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പ്ലസ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. 4 മാർക്കിൻ്റെ ചോദ്യം ഓർക്കുന്നില്ലേ? സോ എവറി മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സിമെട്രിക് ആസ് വെൽ ആസ് സ്ക്യൂ സിമെട്രിക്, സം ഓഫ് എ സിമെട്രിക് ആസ് വെൽ ആസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതിൽ എ പ്ലസ് എ ട്രാൻസ്പോസ്, ഹാഫ് ടൈംസ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? This is symmetric, and this is what, skew symmetric. Okay, ഇനി ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. If A and B are symmetric, if A and B are symmetric, AB plus BA symmetric ആയിരിക്കും, but whereas AB minus BA will be skew symmetric. ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി the determinant of a skew symmetric matrix of odd order is 0 and that of even order is a square number. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി ചില ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു റിസൾട്ടാണത്. ഒരു ഷോർട്ട് കട്ട് എന്ന് വേണമെങ്കിൽ ഒക്കെ പറയാം. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് ഓഫ് ഓഡ് ഓർഡർ ഇസ് 0 ആൻഡ് ഈവൻ ഓർഡർ ഇസ് എ സ്ക്വയർ നമ്പർ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സോ ലെറ്റ് us കൺസിഡർ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു 2/2 ആകട്ടെ. അപ്പം 0 and 0, this is 2 ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എന്ത് വേണം? ഇവിടെ -2 ആയിരിക്കണം. വാട്ട് ഇസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദിസ്? Determinant of this is equal to, എന്താണ് ഡിറ്റർമിനന്റ് ഇതിൻ്റെ? that is equal to 0 minus that is 4. ഇനി മറ്റൊരു റിസൾട്ട് ഡിറ്റർമിനന്റ് എടുക്കുക. B is equal to determinant 0 0, ഇവിടെ 5 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ -5 ആണെന്ന്, ഇവിടെ 5 ആയിരിക്കും അല്ലേ?
So what is the determinant of B? Determinant of B is equal to 0 minus 25. So that means all these coming to be a what? A square number. A square number, that is 0, 7, minus 7, 0. Determinant of C will be equal to 49. All of them are square numbers. So here the order is what? Order of the determinant is what? 2 by 2. It's a square matrix of even square matrix of even order. Alle? Even order. Any fourth and 4 by 4 ഒന്നും ഇപ്പോൾ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. I just want to put the concept there. Now അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി odd order ഒരു ഉദാഹരണം എടുക്കാം. Let's consider A is equal to a matrix. Third order 0, 0, 0. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ -1. ഇവിടെ 2 ആണെങ്കിൽ -2. ഇവിടെ 3 ആണെങ്കിൽ -3. What will be the determinant of this? That is determinant of 0, 1, 2, -1, 0, 3, -2, -3, 0. ഒന്നും നോക്കാനില്ല, 0 ആയിരിക്കും. എന്നാലും ചെയ്ത് നോക്കാം വേണമെങ്കിൽ. 0. Next one is first part is equal to 0. അടുത്തെന്താ -1 into -1 into the -1 ഈ ഇത് രണ്ടും പോയി. So this was 0 minus of that is +6 plus 2 into there are 3 minus 0, that is equal to -6 plus 6 is equal to 0. So a even order, even ആണെങ്കിൽ എന്തായിരിക്കും? It will be a square number, whereas an odd order and the value എന്തായിരിക്കും? 0 ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ എടുക്കുക. What is the simple example? What is the determinant of 0? 0, 0, 0. ഇവിടെ ഒരു സൈൻ, ഇവിടെ ഒരു മൈനസ് സൈൻ, ഒരു ടാൻ, ഇവിടെ മൈനസ് ടാൻ, 4 and -4. What is the determinant of this? This is the skew symmetric matrix of odd order. The value will be equal to 0. അതാണ് ആ പറഞ്ഞ കോൺസെപ്റ്റ്. സോ ഐ കം ബാക്ക്. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്ന okay, the determinant of a skew symmetric matrix of odd order is 0 and that of an even order is a square number. അടുത്തത് എന്താണെന്ന് നോക്കാം. If A is a symmetric metric, if A is symmetric, so is A raised to n. അതായത് A raised to A ഒരു symmetric matrix ആണെങ്കിൽ A square, A cube, A raised to 4 etc. are all symmetric. അടുത്തത് orthogonal, properties of some orthogonal matrices. A is orthogonal. What is orthogonal matrix? A into A transpose is equal to I, or A transpose into A is equal to I. A orthogonal ആണെങ്കിൽ A transpose orthogonal. A into A transpose. A transpose orthogonal ആണ് അതിൻ്റെ ട്രാൻസ്പോസ്. അതെന്താ? A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്താ? A തന്നെ. സോ A is transpose similarly. A is orthogonal ആണെങ്കിൽ A ട്രാൻസ്പോസും orthogonal ആണ്. അതേപോലെ തന്നെ A ഇൻവേഴ്സും orthogonal ആണ്. A and B orthogonal matrix, so is B. Properties of adjoint of matrix. ഇത് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. A into adjoint of A is equal to determinant of A into In. കുറിച്ചെടുക്കുക ഇതല്ല. If A is a square matrix of order, A adjoint of A transpose ഒന്ന് ഓർത്ത് വെക്കുക. Adjoint of A transpose is adjoint of A transpose is equal to A transpose is equal to adjoint of A whole transpose. ഇനി adjoint of AB is equal to adjoint of B into adjoint of A. determinant പോലെയല്ല. What is determinant of AB? Determinant of AB is equal to determinant of A into determinant of B, whereas adjoint of AB is equal to adjoint of B into adjoint of A. അതായത് നമ്മുടെ എ ബി ഹോൾ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ബി ഹോൾ ട്രാൻസ്പോസ് പോലെ തന്നെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് റിവേഴ്സൽ ലോ. adjoint of ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. പിന്നെ determinant of adjoint of A ഇതും ഡിസ്കസ് ചെയ്തതാണ്. ഇത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തുള്ളൂ. determinant of adjoint of A ഇതിന് പ്രൂഫ് ഉണ്ട്. പ്രൂഫിലേക്കൊന്നും നമ്മളിപ്പോൾ പോയിട്ട് കാര്യമില്ല. This is equal to determinant of A whole raised to n-1 whole square. ഇതാണ് determinant. adjoint of a diagonal matrix is diagonal. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് മിസ്ലേനിയസ് എന്നുള്ളതാണ്. ഇത് കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് തന്നിരിക്കുന്ന എന്താണെന്ന് ഇവിടെ പറയാം. നോട്ട് ചെയ്ത് വെച്ചാൽ ഇതൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ വെൻ യു ലുക്ക് അറ്റ് ദിസ് ഇസ് എ ഹ്യൂജ് തിങ്, പീപ്പിൾ വിൽ ബി സ്കെയർഡ് അറ്റ് ദിസ്.
ഇത് അവിടെ ഒരു ഇൻ്റഗ്രലൊക്കെ വരുന്നുണ്ട്. ഇതൊന്നുമില്ല, ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫങ്ഷൻസ്. f1x, f2x, f3x, g1x, g2x, g3x, h1x, h2x, h3x. അങ്ങനെയാണെങ്കിൽ ഈ ഡിറ്റർമിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അതായത് ഒരു ഡിറ്റർമിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. സോ ലെറ്റ് us consider a function or a determinant. Determinant is f1x, f2x, f3x, g1x, g2x, g3x, h1x, h2x, h3x. This is the determinant. Then derivate this, all functions of the derivative of this with respect to x. With respect to x, nothing but it is the sum of three determinants. ഓർത്ത് വെച്ചേക്കുക, സം ഓഫ് ത്രീ ഡിറ്റർമിനൻറ്റ്. ഫസ്റ്റ് ഡിറ്റർമിനൻറ്റിൽ ആദ്യത്തെ റോ അതിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് f1 dash x, f2 dash x, f3 dash x. f3 dash x അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് ബാക്കിയെല്ലാം അതേപോലെ തന്നെ g1x, seems some problem. Okay, g1x, g2x, g3x, h1x, h2x, h3x. ഇനി രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ് സെക്കൻഡ് ടേം മാത്രം, ഫസ്റ്റ് റോ അത് തന്നെ ആയിരിക്കും. f1x, f2x ആൻഡ് f3x. എന്തിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? സെക്കൻഡ് റോ മാത്രം. g1 dash x, g2 dash x and g3 dash x. Third row it seems h1x, h2x, h3x. മൂന്നാമത്തതിൽ f1x, f2x, f3x will be intact. g1x, g2x and g3x will be intact. What changes is the last h1 dash x, h2 dash x and h3 dash x. So the derivative of this determinant is sum of three determinants whose in such a way that എന്താണ് ആദ്യത്തെ ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് റോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ് ഓർത്ത് ഇതിന് പ്രൂഫൊക്കെ ഉണ്ട്. പ്രൂഫിലേക്ക് ഒന്ന് വരേണ്ട. എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ ടോക്ക് അബൌട്ട് ലൈക്ക് എക്സ് സ്ക്വയർ സൈൻ എക്സ്, 2 3x 4 cos x, x and 1. This is delta. Derivative of this is equal to sum of three determinants. First determinant ആദ്യത്തെ റോൻ്റെ ഡെറിവേറ്റീവ് 1 2x, ഡെറിവേറ്റീവ് cos x ഇൻടാക്ട്, ബാക്കി എല്ലാം ഇൻടാക്ട്. രണ്ടാമത്തെ റോയിൽ എന്താണ്? ഫസ്റ്റ് റോവും ഫസ്റ്റ് റോവും തേർഡ് റോവും സെയിം. എന്താ മാറുക? 0 3 0. സെക്കൻഡ് റോന് ഡിഫറൻഷ്യേറ്റ്. ഇനി തേർഡിൽ എന്താ? ഇത് എക്സ് സ്ക്വയർ സൈൻ എക്സ്, 2 3x 4. ലാസ്റ്റ് റോന് മൈനസ് സൈൻ എക്സ് 1 and 0. So we will get this is how it is differentiated. So that is the derivative of a determinant. ഇനി അടുത്ത ഒരു കാര്യം, if delta x is equal to, അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ how do we integrate it from? ഇത്ര വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഡെൽറ്റ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ്, ഡെൽറ്റ ഇസ് എ ഫംഗ്ഷൻ ഓഫ്, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. എല്ലാ ഫംഗ്ഷനും എല്ലാം ഫംഗ്ഷനാണെന്ന് നിർബന്ധമില്ല, ബാക്കിയുള്ളത് കോൺസ്റ്റൻറ്റ്.
So integrating, that is integral a to b delta x dx is equal to same determinant തന്നെ ഇതിൻ്റെ ഡിറ്റർമിൻ്റെ അകത്തുള്ള ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്, ഇതിന് എയും ബിയും. അപ്പോൾ ഫങ്ഷൻസിന് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് ശ്രദ്ധിച്ച് നോക്കാം എന്താണെന്ന്. ഹൗ ഡു വി മൾട്ടിപ്ലൈ ടു ഡിറ്റർമിനൻസ്? ഹൗ ഡു വി മൾട്ടിപ്ലൈ ടു ഡിറ്റർമിനൻസ്? അതായത് ഞാനത് പറയാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ഹൗ ഡു വി മൾട്ടിപ്ലൈ ടു ഡിറ്റർമിനൻറ്റ്? സപ്പോസ് ഡെൽറ്റ 1 ഇസ് എ ഡിറ്റർമിനൻറ്റ് കോൾഡ് a1 b1 c1, a2 b2 c2, a3 b3 c3. Delta 2 is a determinant p1 q1 r1, p2 അത് തന്നെയാണ് ഇവിടെ എടുത്തിരുന്നത് എങ്കിൽ നമുക്ക് ഓക്കെ p1 p2 p3 a1 a2 a3. So we will take the same thing so that you can compare later. Delta is equal to a1 a2 a3, b1 b2 b3, c1 c2 c3, and delta 2, this is delta 1, delta 2 is equal to p1 p2 p3, q1 q2 q3, r1 r2 r3. Then the product of these two determinants is equal to a big determinant. ആദ്യത്തെ റോനെ ഫസ്റ്റ് റോനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഫസ്റ്റ് കോളം കൊണ്ടല്ല. a1 p1 പ്ലസ് a2 p2 പ്ലസ് a3 p3. രണ്ടാമത്തെ അടുത്തത് ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് റോ എന്തായിരിക്കും? അത് a1 q1 പ്ലസ് a2 q2 പ്ലസ് a3 q3. അടുത്തത് എന്തായിരിക്കും? a1 r1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് റോയുടെ വരുന്നത് b1 കൊണ്ട് സെക്കൻഡ് റോനെ കൊണ്ട് ഫസ്റ്റ് റോ b1 p1 പ്ലസ് b2 q2 പ്ലസ് b3 q3. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, just look into it. a1 a2 a3 b1 b2 b3 c1 c2 c3 p1 p2 p3 q1 q2 q3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ 1 ഇൻറ്റു ഡെൽറ്റ 2, ഡെൽറ്റ 1 ഇൻറ്റു ഡെൽറ്റ 2, ഡെൽറ്റ 1 ഇൻറ്റു ഡെൽറ്റ 2, delta 1 into delta 2 is delta 1 into delta 2 is equal to a1 into p1 a1 p1 plus a2 p2 plus a3 p3 first row. ഇനി അടുത്തത് a1 q1 plus a2 q2 a3 q3. അടുത്തത് a1 r1 third row, first row third row. ഇനി അടുത്ത second row with this one, second row with the first row, second row with the first row, second row with the first row, second row with the second row, second row with the third row, third row with first row. And this is how we multiply two determinants. ഇതൊന്ന് ഓർത്ത് വെക്കുക, എഴുതി വെക്കുക. Okay, may be useful sometime, may be useful sometime. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ. ഇതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് us consider a determinant. cos ഇവിടെ തന്നിട്ടുണ്ട്, cos a sin a cos of a minus alpha, cos of a minus beta, cos of a minus gamma, cos of b minus alpha, cos of b minus beta, cos of b minus gamma, c minus alpha, c minus beta, c minus gamma. This can be rewritten as ഇതെന്നാ പറഞ്ഞിരിക്കുക. ഒന്ന് തിരിച്ച് പരിശോധിച്ച് നോക്കാം. When you multiply this, what happened? This will become first row into first row. That will be cos a cos alpha plus sin a sin alpha plus 0. That is nothing but the expansion of this. ഇനി അടുത്തത് this one and this one, first row and second row, cos a cos beta plus sin a sin beta, that gives this. And first one and third one, cos a cos gamma plus sin a sin gamma, and that gives you this.
ഇതേപോലെ ഓരോ റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അൾട്ടിമേറ്റ്ലി മൈ ക്വസ്റ്റൻ ഇസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് ഡിറ്റർമിൻ? ദ വാല്യൂ ഓഫ് ദിസ് ഡിറ്റർമിൻ ഇസ് 0. ആയി ഒരു റോ കംപ്ലീറ്റ് 0, ഇവിടെയോ ഇതും 0. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 0. 0 ആവലല്ല പ്രധാനം, ഇത്തരത്തിൽ ഇതിനെ മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ രസം. പലപ്പോഴും ഡിറ്റർമിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട് ഒരു കാര്യം തമാശയ്ക്ക്, വലിയ ചോദ്യമാണോ, ഇതേപോലുള്ള വലിയ ചോദ്യമാണോ? അതെ, ഓപ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അറിയില്ല ചെയ്യാൻ, ഇല്ല അറിയില്ല. 0 ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, എന്നാൽ മാക്സിമം ചാൻസ് ദർസ് എ ഗുഡ് ചാൻസ് ഫോർ ദ ആൻസർ ബി 0. ഇത് സാധാരണ കീമിലൊക്കെ അങ്ങനെ വരാം. ജെയ്ക്ക് ഞാനതങ്ങനെ സജസ്റ്റ് ചെയ്യില്ല, കാരണം ഇറ്റ്സ് നോട്ട് സേഫ് ടു ഗോ ഫോർ ജെയ്, ബിക്കോസ് ജെയിൽ അങ്ങനെ തരത്തിലുള്ള വേഗം ചാടി വീഴുന്ന കുറച്ചൊന്ന് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് ജെയിലുണ്ടാവുക. അപ്പോൾ ജെയ്ക്ക് വേണ്ടിയിട്ട് ഇത് നേരിട്ട് അങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കീമിനൊക്കെ ഓക്കെ വരാറുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ മറ്റ് സ്റ്റേറ്റ് എൻട്രൻസിനൊക്കെ ഇതേപോലത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ 1-2 ചോദ്യങ്ങൾ, അത് റിസൾട്ടാക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. എന്താണ് ഇവിടുത്തെ ഇതിൻ്റെ പ്രസക്തി അതൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, എളുപ്പമാണ്. സോ എ ബി സി ബി സി എ സി എ ബി, ഇത് സൈക്ലിക്കാണ്. എ ബി സി സൈക്ലിക്കായിട്ട് ഇങ്ങനെ പോവാം. എ ബി സി ബി സി എ ആൻഡ് ദ വാല്യൂ വിൽ ബി മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ, എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി. ഓക്കെ, ഓർത്തോളാം. റൈറ്റ്, ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? എ സ്ക്വയർ, വാട്ട് ഇസ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. നോട്ട് എടുക്കട്ടെ. ഓക്കെ, a plus b plus c whole square is equal to a square plus b square plus c square plus 2ab plus 2bc plus 2ac അല്ലേ? ഓക്കെ, അതിന് പകരം ഇവിടെ എന്താണ് മൈനസ് എ ബി, അതുകൊണ്ട് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഇത് കിട്ടണമെങ്കിൽ മൈനസ് 3ab മൈനസ് 3bc പ്ലസ് 3ac ഇത് ഓർത്ത് വെക്കുക. സിമിലർലി എ പ്ലസ് ബി പ്ലസ് 2c ഇതൊക്കെ റീഡറിൽ സാധാരണ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ തിയറി എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൻ്റെ വാല്യൂ 2 ടൈംസ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ്. അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഈ കാണുന്നത് എ സ്ക്വയർ പ്ലസ് 1 ബി എ ബി ബി സ്ക്വയർ, ദ വാല്യൂ ഇസ് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അങ്ങനെ കുറച്ച് പരമാവധി പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കുക. ഇതെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഏത് നമ്മളീ പറഞ്ഞ ഈ സൈക്ലിക്കായിട്ട് വരുന്നത് ഇതിനെ കൊണ്ട് ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് ഓപ്ഷൻ ഐ ലീവ് ടു യു. പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. പെട്ടെന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധിച്ചേക്കും. ദീസ് 2 ആർ ഇമ്പോർട്ടൻ്റ്. ഒന്ന് കുറിച്ച് വെച്ചേക്കാം പെട്ടെന്ന് തന്നെ റിസൾട്ടായിട്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി സി ബി സി എ സി എ ബി സി മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എന്താണ് ഇതിൻ്റെ റിലവൻസ്? സൈക്ലിക്കായിട്ട് വരും. എ ബി സി ബി സി എ സി എ ബി, ആ കേസിൽ ഇത് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതും സിമിലർലി ദിസ് ഓൾസോ കോസ് ഓഫ് എ പ്ലസ് ബി cos of a minus b cos of a minus alpha. ഇത് എ ബി ബി സി എന്ത് വേണം? എ പി എന്ത് വേണം വരാം? ചിലപ്പോൾ പി വരാം, ക്യൂ വരാം, എന്ത് വരാം? സോ എ മൈനസ് ആൽഫ ഇങ്ങനെ വരുന്നത് എ മൈനസ് ആൽഫ എ മൈനസ് ബീറ്റ എ മൈനസ് ഗാമ, ബി മൈനസ് ആൽഫ ബി മൈനസ് ബീറ്റ ബി മൈനസ് ഗാമ, സി മൈനസ് ആൽഫ സി മൈനസ് ബീറ്റ സി മൈനസ് ഗാമ. ഈ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും ചോദ്യങ്ങൾ ചെയ്യാൻ. സോ ദിസ് ഇസ് വിത്ത് ദ തിയറി പാർട്ട്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.